Dear students, very good morning all. Financial accounting financial statement 5th module next topic we discuss adjustment discuss then next adjustment provision for taxation. Then how to treat in the financial statement provision for taxation. Provision for taxation. That means a certain amount created as provision for income tax payment. Tax payment based on the last year income of the company or a unit. ഒരു ഫോമിൻ്റെ ലാസ്റ്റ് ഇയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻകത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കറണ്ട് ഇയറിൽ എന്ത് ചെയ്യുന്നത് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. സോ ആ ഒരു ടാക്സ് പേയ്മെൻറ്റ് എമൗണ്ട് കമ്പനിക്ക് അഫോർഡബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും സർട്ടൺ എമൗണ്ട് അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. സോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ എമൗണ്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുപോലെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നതിൽ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു കമ്പനിക്ക് അതിൻ്റെ ടാക്സ് എമൗണ്ട് അടക്കുന്നതിൻ്റെ വോളിയം ഡയറക്റ്റ്ലി കവർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ടാക്സ് പേയ്മെന്റ് നടക്കും, അല്ലെങ്കിൽ അസസ്മെന്റ് പീരിയഡ് വരുന്ന സമയത്ത് ഫുൾ എമൗണ്ട് അടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സർട്ടൺ എമൗണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. സോ ഇങ്ങനെ ഒരു പ്രൊവിഷൻ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എങ്ങനെ എഫക്ട് ചെയ്യും, അതുപോലെ ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്. ഇതൊരു എക്സ്പെൻസ് ആണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്. ഇപ്പോൾ രണ്ട് ഇവന്റ് ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തു പോകുന്നത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനും, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ദെൻ ബാലൻസ് ഷീറ്റ്. ഈ രണ്ട് ഇവന്റിലും ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ഇവിടെ എന്താണ് എക്സ്പെൻസ് ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിന്റെ വോളിയം കുറയാണ്. വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. Provision for income tax or provision for taxation. Provision for income tax. Okay. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യും. സ്വാഭാവികമായും പ്രോഫിറ്റിന്റെ വോളിയം കുറയും. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലാബിലിറ്റി. ഇത് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാബിലിറ്റി സൈഡിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാബിലിറ്റിയിൽ റൈറ്റ് ചെയ്തു പോകുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഓക്കെ, then if the actual assessment of tax come to be more than the provision made, the balance is deducted from the surplus in the balance sheet as prior period tax expense. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി വന്ന എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായാൽ, ദാറ്റ് മീൻസ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എമൗണ്ട് ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ ടാക്സ് പേയ്മെന്റ്, then the balance amount is treated as an expense. അപ്പോൾ വീണ്ടും എക്സ്പെൻസിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് എമൗണ്ട്, അതായത് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് ടാക്സ് ആക്ച്വലി ഒരു അസസ്മെന്റ് പീരിയഡിൽ അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ഇയറിൽ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ആയിട്ടാണ് ബാലൻസ് എമൗണ്ട് ട്രീറ്റ് ചെയ്തു പോകുക. അതേ സമയത്ത് വൈസ് വേഴ്സ, ദാറ്റ് മീൻസ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റിനേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് റൈറ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ? അതായത് ആക്ച്വൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എമൗണ്ട് ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ
എക്സ്പെൻസ്. ഇതിനെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ടാക്സ് ലയബിലിറ്റി പ്രൊവിഷൻ ഫോർ ടാക്സേഷനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഇവന്റ് ആണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്ന ഇവന്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടാക്സ് പേയ്മെന്റ് നടക്കുന്നത് ലാസ്റ്റ് ഇയറിലെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ ബേസിലാണ് ടാക്സ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് പോവുക. ഞാൻ ഇത്തരത്തിലുള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും, അതായത് ടാക്സ് പേയ്മെന്റ് അസസ്മെന്റ് പീരിയഡിൽ കംപ്ലീറ്റ്ലി കമ്പനിക്ക് പേ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സർട്ടൺ എമൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കലാണ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് പേയ്മെന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടാക്സ് എമൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഇതിനെ ഇഫക്ട് ചെയ്യുക എന്നുള്ളത്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെന്റ്. ഇപ്പോൾ കമ്പനി എസ്റ്റിമേറ്റഡ് ഇൻകത്തിന്റെ ബേസിൽ ടാക്സ് പേയ്മെന്റ് നടത്തുന്നു. ഇപ്പോൾ അസസ്മെന്റ് പീരിയഡ് വരുന്നതിന്റെ മുമ്പ് തന്നെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരിയഡിൽ തന്നെ ടാക്സ് പേയ്മെന്റിന് നടത്തി കൊടുക്കുന്നു. അതായത് 31 മാർച്ച് എനി ഇയർ ആ ഒരു പീരിയഡിലാണ് സാധാരണ കേസിൽ അസസ്മെന്റ് ഇയർ ക്ലോസ് ചെയ്ത് പോവുക. അപ്പോൾ ആ അസസ്മെന്റ് ഇയർ ക്ലോസ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ സ്റ്റാർട്ടിംഗ് പീരിയഡിൽ കമ്പനി എന്ത് ചെയ്യുന്നു, ടാക്സ് പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക? ടാക്സ് പേയ്മെന്റ് നടത്തുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോകുന്നത് ഇൻകം ടാക്സിലേക്കാണ്. സോ അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ജേണൽ എൻട്രി അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എന്താണ് ജേണൽ എൻട്രി വരാനുള്ള റീസൺ? ബാങ്കിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോകുന്നു, ദാറ്റ് മീൻസ് കമ്പനീന്റെ ക്യാഷിന്റെ പൊസിഷന്റെ അളവ് കുറയുന്നു, ദെൻ ആ എമൗണ്ട് പോകുന്നത് ഇൻകം ടാക്സിലേക്കാണ്. സോ അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, ഇനി ഈ അഡ്വാൻസ് ഇൻകം ടാക്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് മീൻസ് ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ്, പേയ്മെന്റ് നടത്തിയതിൽ ഏതെങ്കിലും എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിലെ ബാലൻസ് എമൗണ്ട്, അല്ലെങ്കിൽ ഈ വർഷത്തെ സ്റ്റാർട്ടിംഗ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് ഇയർ ബാലൻസ്, ഇത്തരത്തിലുള്ള എമൗണ്ട് അസസ്മെന്റ് പീരിയഡ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് മീൻസ് opening balance of advanced tax payment or the last year balance of tax, that means advanced tax amount should be transferred to income tax account. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് എത്രയാണോ ഉണ്ടായത്, അതായത് ഒരു കമ്പനീന്റെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന പീരിയഡിൽ ആ കമ്പനി കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ടാക്സ് എമൗണ്ട് എത്രയാണ് ഉള്ളത്, ആ എമൗണ്ട് ഇയർ എൻഡില്, അതായത് കമ്പനിന്റെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പേയ്മെന്റ് കൊടുക്കുന്ന പീരിയഡ് കഴിയുന്നതിനാണ് അസസ്മെന്റ് പീരിയഡ് എന്ന് പറയാം. അപ്പൊ ആ പീരിയഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇത്തരത്തിലുള്ള അഡ്വാൻസ് ടാക്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിനകത്ത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിലാണ്. കറണ്ട് അസറ്റ്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ്സിലാണ് ഈ പറയുന്ന അഡ്വാൻസ്ഡ് ടാക്സ് പേയ്മെന്റ് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ടാക്സ് ഡിഡക്റ്റഡ് ടു സോഴ്സ് ഓൺ പേയ്മെന്റ് ഓഫ് സാലറി ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് ടു സോഴ്സ് ഓൺ ഇൻട്രസ്റ്റ് ഇൻകം. ഇപ്പോൾ ടാക്സ് പേയ്മെന്റ് ഡിഡക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നു സാലറി കൊടുക്കുന്നിടത്ത്, അതുപോലെ ഇൻകം ഏൺ ചെയ്യുന്നിടത്ത്. ഇത് ഒരെണ്ണം എക്സ്പെൻസ് ആണ്, സാലറി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ഇത് കമ്പനിയിലേക്ക് ഇൻകം ഏൺ ചെയ്യാണ്.
ഓക്കെ, അപ്പോൾ ഇൻകം ഏൺ ചെയ്യുമ്പോൾ അതിൽ നിന്നും ആ എമൗണ്ടിനെ ഗ്രോസ് അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്നും ടാക്സ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്ന സമയം കൺസേൺഡ് അതോറിറ്റി, ദാറ്റ് ഇസ് ജനറൽ മാനേജർ ഓഫ് ദ യൂണിറ്റ്, അവരെന്ത് ചെയ്യുന്നു, ആ സാലറി കൊടുക്കുന്ന സമയം അതിൽ നിന്നും ടാക്സ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അത് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എമൗണ്ട് എന്ത് ചെയ്യേണ്ടത്, ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെ സാലറിന്റെ മേലെ ഇൻട്രസ്റ്റിന്റെ മേലെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? ജേണൽ എൻട്രി മീൻസ് ദെൻ സാലറി ഓർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു bank, then to tax deducted at to source, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ടാക്സ് ഏതിൽ നിന്നാണോ ഡിഡക്ട് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് ട്രീറ്റ് ചെയ്യുന്നു. ബാങ്കിലേക്ക് എത്ര എമൗണ്ട് ആണ് പോകുന്നത് എന്നുള്ളത് കാണിക്കുക. ആക്ച്വൽ അയാൾക്ക് കൊടുക്കേണ്ട സാലറി എമൗണ്ട് എത്ര. ഓക്കെ, അപ്പോൾ ആ ഈ ജേണൽ എൻട്രി ആണ് ഈ ഒരു ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് ടു സോഴ്സ് ഓൺ പേയ്മെന്റ് ഓഫ് സാലറി ഓർ ഇൻട്രസ്റ്റ്. ദെൻ സെക്കൻഡ് പാർട്ട് വരുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് ടു സോഴ്സ് ഓൺ ഇൻട്രസ്റ്റ് ഇൻകം. ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫേമിലേക്ക് ഇൻട്രസ്റ്റ് ഓർ ഇൻകം റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെ എന്ത് ചെയ്യുന്നു, ടാക്സ് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ഒരു കമ്പനിയിൽ നിന്നുള്ള ഇൻകം ജനറേറ്റ് ചെയ്ത് സപ്പോസ് 27,000 റുപ്പീസ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഉണ്ടായ ഇൻകം ആണ് 27,000 റുപ്പീസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ 27,000 റുപ്പീസിന്റെ ഗ്രോസ് ഓഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗ ടു കാൽക്കുലേറ്റ് ദ ഗ്രോസ് ഓഫ് വാല്യൂ? ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഇൻകത്തിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് ടാക്സ് പെർസെന്റേജ് 10% ആണ്, ടാക്സിന്റെ റേറ്റ്. ദെൻ 27,000 റുപ്പീസിന്റെ ഗ്രോസ് ഓഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ 27,000 into 100 divided by 90. 90 എന്ന് പറയുന്നത് 10% ആണ് ടാക്സ് റേറ്റ്. സോ അതിന്റെ ഗ്രോസ് ഓഫ് വാല്യൂ കാണാൻ 90 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ദെൻ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 9 3 times will get 30,000 rupees. ഓക്കെ, ഇതാണ് ആക്ച്വൽ എമൗണ്ട്. ഈ 30,000 റുപ്പീസ് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ദാറ്റ് മീൻസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ ഇൻകം എന്ന് പറഞ്ഞ ഹെഡിലാണ് ട്രീറ്റ് ചെയ്യുക. അതർ ഇൻകം ഓക്കെ, അതർ ഇൻകം എന്ന് പറഞ്ഞ ഹെഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ₹30,000 നോട്ട് 27,000. അപ്പോൾ അതിന്റെ ഗ്രോസ് ഓഫ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ ഗ്രോസ് ഓഫ് വാല്യൂ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് 30,000 minus 27,000 3,000 ആണ് എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുന്ന എമൗണ്ട് 3,000 റുപ്പീസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് 30,000 റുപ്പീസുമാണ്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ ഇൻട്രസ്റ്റ് ഇൻകം. ഇപ്പോൾ കമ്പനിയിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പൊസിഷനിൽ ഇൻകം വരികയാണെന്നുണ്ടെങ്കിൽ ആ വന്ന എമൗണ്ടിന്റെ ഗ്രോസ് ഓഫ് വാല്യൂ കാണണം. ഗ്രോസ് ഓഫ് വാല്യൂ എത്രയാണോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ഡിഫറൻസ്, ദ നെറ്റ് വാല്യൂ ആൻഡ് ദ ഗ്രോസ് ഓഫ് വാല്യൂ ഷുഡ് ബി ട്രാൻസ്ഫർ ടു ദി balance sheet or the statement of financial position. Okay.